അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരക്കിനിടയിൽ അല്പനേരം ചിന്തിക്കാം, പഠിക്കാം. ഇൻഷാ അല്ലാഹ്. മാതാപിതാക്കൾക്ക് മക്കൾ ഉയർന്ന നിലയിൽ ആയിത്തീരണമെന്നാണ്. അവർക്ക് ഉയർച്ച ഉണ്ടാവണം. അതിന് പരിശുദ്ധ ഖുർആൻ പഠിക്കലല്ലാതെ വേറെ എന്താ മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉയർച്ച നൽകുന്നു. ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഉയർച്ച. ഈമാനും ഇൽമും ഉള്ളവരെ അല്ലാഹു തആല പല പദവിയിലും ഉയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, താങ്കൾ ദൗർഭാഗ്യവാൻ ആവാൻ വേണ്ടിയല്ല ഖുർആൻ അവതരിപ്പിച്ച് തന്നത്, താങ്കൾ വിജയിക്കാൻ. ഖുർആനിലൂടെയാണ് എല്ലാ നിലയ്ക്കുമുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ഉയർച്ച ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു സമൂഹത്തിന് ഇമാമ് നിൽക്കേണ്ടതും ആരാണ്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളാണ്. നമസ്കാരത്തിലെ ഇമാമത്ത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുവരെ മദീന പള്ളിയിലെ ഇമാമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം പരിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണത്. അൽഹംദുലില്ലാഹ്.